ജയിലിലുള്ളവർക്ക് 600 രൂപ കൊടുക്കുന്ന ആ സ്ഥിതിയിൽ ഈ കുട്ടികൾക്ക് ഒരു 500 രൂപ വെച്ച് കൊടുത്താൽ എന്താണ് അവർ ചെയ്യുന്ന ജോലിക്ക്? മുൻ സർക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അന്ന് നമുക്ക് വേണ്ട ഒരു അനുകൂല വിധി കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്ന സർക്കാർ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ രീതിയിലേക്ക് നിലപാടുകളൊക്കെ മാറ്റി നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഏത് തൊഴിലാളികൾക്കാണേലും ചെയ്യുന്ന ജോലിക്കൊരു കൂലിയില്ലേ, ആ കൂലി കൊടുക്കാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യജന്മങ്ങളാണ് നമ്മുടെ ഈ ഡോക്ടേഴ്സ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാണ്, നെക്സ്റ്റ് എഴുതാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ നെക്സ്റ്റ് വേണ്ട എന്ന് പറയുന്നത്? നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള പല മെഡിക്കൽ കോളേജുകളിലും പഠിക്കുന്ന എല്ലാവരും ലോണും മറ്റു കാര്യങ്ങളും എടുത്താണ് പുറത്തു പോയി പഠിച്ചിരിക്കുന്നത്. ആരും സമ്പന്നരല്ല. ഇവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോലും പഠിച്ചിട്ട് വരുന്നവർ ഇവരുടെ കൂടെ ഇരുന്ന് എക്സാം എഴുതി ഈ സെയിം എക്സാം ഒന്ന് എഴുതാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. ശരിക്കും ആ ലോൺ എടുത്തിരിക്കുന്ന ഈ കുട്ടികൾക്ക് ആ ലോണിൻ്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റാതെ വന്നിട്ട് ചില കുട്ടികൾ എന്തുമാത്രം സൈഡിൽ ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പാർട്ട് ടൈം നൈറ്റിലൊക്കെ അവർ വേറെ എന്തെങ്കിലും മറ്റു ജോലികൾ കൂടി സൈഡിലൂടെ കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇന്ത്യക്ക് പുറത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കേരളത്തിലെത്തിയ വിദ്യാർത്ഥികളുടെ വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് വിട്ടിരുന്നു. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ എത്തിയപ്പോൾ അവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യം, സംസ്ഥാന സർക്കാർ അടക്കം മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം, എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയായിരുന്നു വിദ്യാർത്ഥികളെല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈയൊരു സാഹചര്യത്തിന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ഫോറിൻ മെഡിക്കൽ വിദ്യാർത്ഥികളോടുള്ള അവഗണനയ്ക്ക് എതിരെ കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു ചരിത്ര വിധി നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഓൾ ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ് അസോസിയേഷനാണ് ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ ചരിത്രപരമായൊരു വിധിയും പുറത്തു വരുന്നു. നിർണായകമായ വിധി ഹൈക്കോടതിയുടെ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങളാണ് പരാതി നൽകിയത്? അതെ, AFMDP ആണ് ചെയ്തിരിക്കുന്നത്. ഓൾ ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് പേരൻസ് അസോസിയേഷൻ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായി പരാതിയിൽ പറയുന്നത് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ഹൗസ് സർജന്മാർക്ക് സ്റ്റൈപ്പൻഡ് ഇവിടെ കൊടുക്കുന്ന, കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഇതിൽ തന്നെ അവർക്കും ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കണം എന്ന ഇതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വിധി. അതെ. എപ്പോഴായിരുന്നു വിധി? വിധി ഇപ്പോൾ 13-ാം തീയതിയാണ് വിധി വന്നത്. നിങ്ങളൊക്കെ രക്ഷിതാക്കളാണോ? സ്റ്റുഡൻ്റാണ്. എല്ലാവരും FMGസിൻ്റെ പേരൻ്റാണ്. മക്കളൊക്കെ എവിടെയാണ് പഠിച്ചത്? ഉക്രൈനിൽ പഠിച്ചവരുണ്ട്, ഫിലിപ്പീനിൽ പഠിച്ചവരുടെ ഉണ്ട്, പിന്നെ ജോർജിയയിൽ പഠിച്ചവരുണ്ട്, ചൈനയിൽ പഠിച്ചവരുടെ ഉണ്ട്, റഷ്യയിൽ പഠിച്ചവരുടെ ഉണ്ട്, മോൾഡോവയിൽ പഠിച്ചവരുടെ ഉണ്ട്. നിലവിലിപ്പോൾ അവർ ഇൻറ്റേൺഷിപ്പിന് കയറിയോ? ഇൻറ്റേൺഷിപ്പിന് കയറി. ചിലർ 3 മാസമായിട്ടുണ്ട്, ചിലർ ഒരു 2 മാസം അയക്കുന്നവരുണ്ട്, 6 മാസം അയക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 മാസം തീരാനായിട്ടുള്ള കുട്ടികളുമുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ നിലവിലുള്ള ഒരു നിലപാട് എങ്ങനെയായിരുന്നു? നമ്മുടെ ഇപ്പോൾ ആദ്യം നമ്മൾ സർക്കാരുമായിട്ട് കുറച്ചധികം സംസാരിച്ചായിരുന്നു. നമ്മുടെ മുൻ സർക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അവർക്ക് അന്ന് നമുക്ക് വേണ്ട ഒരു അനുകൂല വിധി കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്ന സർക്കാർ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ രീതിയിലേക്ക് നിലപാടുകളൊക്കെ മാറ്റി നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും തന്നെ നമ്മുടെ CM നമ്മുടെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു. ഹെൽത്ത് മിനിസ്റ്ററാണെങ്കിൽ പറഞ്ഞു FMGസിന് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്ന രീതിയിൽ തന്നെ നമ്മുടെ CMൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കുട്ടികൾ എടുക്കുന്ന എഫേർട്ട്, ശരിക്കും GHകളിൽ ഈ കുട്ടികൾ ആണ് ശരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. കേരളത്തിലുടനീളമുള്ള GHകളിൽ 1 രൂപ പോലും സ്റ്റൈപ്പൻഡ് പോയിട്ട് 1 രൂപ പോലും അവർ ഇതായിട്ട് കുട്ടികൾക്ക് കൊടുക്കാതെ അവർ പണിയെടുക്കുന്ന, ഏത് തൊഴിലാളികൾക്കാണേലും ചെയ്യുന്ന ജോലിക്കൊരു കൂലിയില്ലേ, ആ കൂലി കൊടുക്കാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യജന്മങ്ങളാണ് നമ്മുടെ ഈ ഡോക്ടേഴ്സ്. ശരിക്കും ഇത്ര വർഷം 6.5 വർഷം പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് 1 വർഷം അവർ FMGക്ക് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ച് അത് അത്രയും കഠിനമായിട്ടുള്ള ഒരു എക്സാമാണ് അവർ പറ്റി തെളിഞ്ഞു വന്നിരിക്കുന്നത്. ശരിക്കും PGയെക്കാളും ഹാർഡായിട്ടുള്ള ഒരു എക്സാമാണ്. ആ എക്സാം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളോട് അതൊന്ന് എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാണ്, നെക്സ്റ്റ് എഴുതാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ നെക്സ്റ്റ് വേണ്ട എന്ന് പറയുന്നത്? നമ്മുടെ കുട്ടികളത് വേണമെന്ന് പറയുന്നു, ഇവിടുത്തെ കുട്ടികളത് വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അവർക്കത് എഴുതുവാൻ ഭയമുണ്ട്.
ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, ഡീംഡ് യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള പല ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും പഠിച്ചു വരുന്ന, അതായത് പ്രൈവറ്റുകളിലായാലും പഠിച്ചു വരുന്ന കുട്ടികൾ ഇവരുടെ ഒപ്പം ഇരുന്നൊന്ന് എക്സാം എഴുതുക. ഇവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോലും പഠിച്ചിട്ട് വരുന്നവർ ഇവരുടെ കൂടെ ഇരുന്നൊന്ന് എക്സാം എഴുതി ഈ സെയിം എക്സാം ഒന്ന് എഴുതാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. അത് കൂടാതെ തന്നെ അതോ ഈ FMG എക്സാമിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് എങ്കിൽ നെക്സ്റ്റ് വരുത്തുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ അത്രയധികം വിഷമിച്ച് നിന്ന് ഈ കുട്ടികൾക്ക്, അത് എല്ലാവരും ലോണും മറ്റു കാര്യങ്ങളും എടുത്താണ് പുറത്ത് പോയി പഠിച്ചിരിക്കുന്നത്. ആരും സമ്പന്നരല്ല. ശരിക്കും ആ ലോൺ എടുത്തിരിക്കുന്ന ഈ കുട്ടികൾക്ക് ആ ലോണിൻ്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റാതെ വന്നിട്ട് ചില കുട്ടികൾ എന്തുമാത്രം സൈഡിൽ ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പാർട്ട് ടൈം നൈറ്റിലൊക്കെ അവർ വേറെ എന്തെങ്കിലും മറ്റു ജോലികൾ കൂടി സൈഡിലൂടെ കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ്? അവർ ചെയ്യുന്ന ജോലിക്കൊരു കൂലി. അന്ന് അവർ കൂലിപ്പണിക്ക് പോയ ഒരു ദിവസം 1000 രൂപ കിട്ടും. ജയിലിലുള്ളവർക്ക് 600 രൂപ കൊടുക്കുന്ന ആ സ്ഥിതിയിൽ ഈ കുട്ടികൾക്ക് ഒരു 500 രൂപ വെച്ച് കൊടുത്താൽ എന്താണ് അവർ ചെയ്യുന്ന ജോലിക്ക്? ഇന്റേൺഷിപ്പിന് പിന്നെ എത്രയാണ് തുക എന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പം നിലവിൽ ഇവിടെ 27 രൂപയുടെ അടുത്തുണ്ട്, 26 മിച്ചമുണ്ട് ഇവിടുത്തെ കേരളത്തിലെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ തൊഴിലിന് ഈക്വൽ വേതനം എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിലപാട് നമ്മുടെ അഡ്വക്കേറ്റ് TV മിനി ആ രീതിയിലാണ് അവിടെ കോടതി ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ലൊരു ഇതാണ്, നമുക്ക് സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അസോസിയേഷൻ ഇതിനു മുന്നേ തന്നെ നമ്മുടെ മിനിമാഡത്തിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഒരു ലെറ്റർ NMCക്ക് നമ്മൾ കൊടുത്തിരുന്നു. പിള്ളേരുടെ ഇവിടെ ഇൻറ്റേൺഷിപ്പിന് കുറേ പിള്ളേർ വെയിറ്റ് ചെയ്തു നിന്ന സമയത്ത് നമുക്കിവിടെ ഇൻറ്റേൺഷിപ്പിൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ KSMCയിലും DMEയിലും DHSലും, പക്ഷേ അവരുടെ നല്ല സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ സീറ്റ് വർദ്ധിപ്പിച്ച് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഇൻറ്റേൺഷിപ്പിനുള്ള കുട്ടികൾക്ക് പ്രൈവറ്റിൽ കൂടെ കയറി ആ സീറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഇറങ്ങാനുള്ള അവസരം കിട്ടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് സിൽവി സുനിൽ, അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. എന്തായാലും നിർണായകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലുള്ള ഈ സർക്കാരിൻ്റെ ഈ ഒരു വിഷയത്തോടുള്ള ഒരു നിലപാടിന് എങ്ങനെയാണ് സാറേ? ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പോസിറ്റീവ് നിലപാടായിരുന്നു. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ ഇവരുടെ ഗവൺമെൻറ് പ്രീഡർ ഈ കേസിനെ പറ്റി നമുക്കൊരു എതിരഭിപ്രായം പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ പ്രമുഖ ജഡ്ജിക്ക് പൂർണ്ണമായിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് വിധി പ്രഖ്യാപിക്കാൻ സാധിച്ചു. കാരണം അതിനെ കൗണ്ടർ ചെയ്തില്ല. അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. കാരണം ഈ കുട്ടികളെ വിഷമതകൾ ഈ ഗവൺമെൻറ്റിനെ നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും കോടതിക്ക് ചലഞ്ച് ചെയ്തില്ല. അതുകൊണ്ടൊരു പോസിറ്റീവ് വിധി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എന്തായാലും പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ FMGA എന്ന കടുപ്പമേറിയ എക്സാം പാസ്സായിട്ട് ഇന്റേൺഷിപ്പിന് കയറിയാൽ ഇവർക്ക് 1 രൂപ പോലും സ്റ്റൈപ്പൻഡ് അനുവദിച്ചിരുന്നില്ല. ഈ ഒരു ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഇന്റേൺഷിപ്പിന് അവർക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കും എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.